അപ്പം നമ്മളിൽ പലരും, അതായത് പുതിയതായിട്ട് ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കി അതിനുശേഷം സ്റ്റോക്ക് ബൈ ചെയ്ത് ഹോൾഡിങ്സിൽ വെച്ചതിന് ശേഷം സെല്ല് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും മാക്സിമം ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ടിപിൻ വെരിഫൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്കൊരു മെസ്സേജ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം അത് നമ്മൾ ഏതൊരു ബ്രോക്കർ ആണെങ്കിലും നമ്മൾ സ്റ്റോക്ക് വാങ്ങി ഡെലിവറി ആയിട്ട് നമ്മുടെ ഹോൾഡിങ്സിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ വിൽക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഒരു 6 അക്കമുള്ള ഒരു ടിപിൻ നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് വിൽക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ആ ഒരു ടിപിൻ എങ്ങനെ നമുക്ക് പുതിയതായിട്ട് ജനറേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. സ്ഥിരമായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാം. അതല്ല പുതിയതായിട്ടാണ് മാർക്കറ്റിലേക്ക് വരുന്നത്, പുതിയതായിട്ടാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക, കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പം ടിപിൻ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നതാണ്. അത് ക്രിയേറ്റ് ചെയ്യുന്നത് CDSL ആണ്. അപ്പം CDSL ഈ ഒരു പിന്ന് നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ, ക്ലയൻറ്റിൻ്റെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID സെൻഡ് ചെയ്തു തരും. അതിനുശേഷം ആ ഒരു പിൻ നമ്പർ ഉപയോഗിച്ചാണ് നമുക്ക് സ്റ്റോക്ക് വിൽക്കാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ടിപിന് ഇല്ലെങ്കിൽ എന്താണ് ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം നോർമലായിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കി അദ്ദേഹം കുറച്ച് സ്റ്റോക്കുകൾ വാങ്ങി. അപ്പോൾ സ്റ്റോക്കുകൾ വാങ്ങിക്കഴിയുമ്പം നമുക്ക് ഹോൾഡിങ്സിൻ്റെ അകത്ത് ഇതുപോലെ ഓരോ സ്റ്റോക്കുകളും കാണാൻ സാധിക്കും. അപ്പം അതിനുശേഷം ഒരു പ്രോഫിറ്റിലേക്കോ അല്ലെങ്കിൽ ചെറിയൊരു നഷ്ടത്തിലേക്കോ ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോക്കുകളിൽ നിന്ന് എക്സിറ്റ് ആകാൻ നോക്കും. ഇപ്പോൾ എക്സിറ്റ് ആകുന്നതിന് വേണ്ടി ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ PVR എന്ന സ്റ്റോക്കിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആകാൻ നോക്കുകയാണെങ്കിൽ നമ്മളൊരു സെൽ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യാൻ നോക്കും. ഇങ്ങനെ ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കും. അപ്പം ഈ ഒരു സെൽ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യുമ്പം ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആകത്തില്ല. അതിന് മുമ്പായിട്ട് ഇവർ പറയും ഒരു ടിപിൻ നിങ്ങൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് വിൽക്കാൻ സാധിക്കത്തുള്ളൂ എന്ന്. ഇപ്പം ഞാൻ ഈ വീഡിയോ മുഴുവനായിട്ടും ചെയ്യുന്നത് സെറോദയുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ്. അപ്പം ഏകദേശം ഈ സെയിം മെത്തേഡാണ് അപ്സ്റ്റോക്സിൻ്റെയും. അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ ഒരു പ്രോബ്ലം സാധാരണയായിട്ട് എല്ലാവരും ഒരു ബിഗിനേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പം ഇത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഓതറൈസേഷൻ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ ടു CDSL എന്ന് പറഞ്ഞ് നെക്സ്റ്റ് പേജിൽ വരും. അതേ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ഹിയർ ടു ജനറേറ്റ് പിൻ എന്ന് പറഞ്ഞ് നമുക്കൊരു ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതേ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് പുതിയ ടിപിൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നവരും ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുക. അതെല്ലാം മറന്നുപോയിട്ട്, അതായത് ഈ ഒരു ടിപിൻ ക്രിയേറ്റ് ചെയ്തിട്ട് മറന്നു പോയവരാണെങ്കിലും ഈ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് മുമ്പോട്ട് പോവുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഇവർ BOID എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാൻ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ താഴെ പാൻ കാർഡ് നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ. അതുപോലെ തന്നെ BOID എന്ന് പറഞ്ഞ ഒരു 16 അക്ക നമ്പറാണ്. ഈ 16 അക്ക നമ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രോക്കറിൻ്റെ സെറ്റിങ്സിൽ പ്രൊഫൈൽ എന്ന സെക്ഷനിൽ ഡിമാറ്റ് BOID എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനൊരു നമ്പർ കാണാൻ സാധിക്കും. ഒരു 16 അക്കമുള്ള നമ്പറാണ്. അത് വ്യക്തമായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ഇമെയിൽ ID രണ്ടിടത്തായിട്ട് ഓരോ OTP വരും. അപ്പം ആ OTP ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് താങ്ക് യു, നമ്മുടെ 3 സ്റ്റെപ്സും സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും യുവർ ടിപിൻ ഈസ് ജനറേറ്റഡ് സക്സസ്ഫുള്ളി ആൻഡ് സെൻഡ് ടു നമ്മുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ID. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്കും ക്ലയൻറ്റിൻ്റെ മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിൽ IDയിലേക്കും ആ ഒരു 6 അക്കമുള്ള CDSL Tpin സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പിൻ ഉപയോഗിച്ച് നമുക്ക് സെൽ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നമ്മൾ ടിപിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി ആ ടിപിൻ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി വീണ്ടും നമ്മുടെ ഹോൾഡിങ്സിൽ വരിക. അതിനുശേഷം ഓതറൈസേഷൻ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ടു CDSL എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇപ്പോൾ ജനറേറ്റ് ചെയ്ത ടിപിൻ, അപ്പം ആ ജനറേറ്റ് ചെയ്ത ടിപിൻ ഓർത്ത് വെക്കുക. അപ്പം മാക്സിമം എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഓർത്ത് വെക്കുക. അപ്പം ഓരോ ദിവസവും നമ്മൾ സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു പ്രൊസീജിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓതറൈസേഷൻ, കണ്ടിന്യൂ ടു CDSL, അതുപോലെ തന്നെ ആ ഒരു പിന്ന് എൻട്രി ചെയ്ത് കൊടുത്ത്
വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ക്ലയൻറ്റിൻ്റെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലേക്ക് വീണ്ടും ഒരു OTP വരുന്നതായിരിക്കും. ആ OTP വീണ്ടും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് വെരിഫൈ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും, ഓതറൈസേഷൻ ഡൺ, യു ക്യാൻ നൗ എക്സിക്യൂട്ട് ദ സെൽ ട്രാൻസാക്ഷൻ. ഇപ്പോൾ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഇനി ഏത് സ്റ്റോക്ക് വേണേലും ഇന്നത്തെ ദിവസം നമുക്ക് സെൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നാളെ ആകുമ്പം വീണ്ടും ഈ ഒരു പ്രൊസീജിയർ, അതായത് നമ്മൾ ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന TPIN, ആ സെയിം TPIN വീണ്ടും ഇതുപോലെ തന്നെ ഓതറൈസേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഏത് സ്റ്റോക്ക് വേണേലും വിൽക്കാം. ഇപ്പം PVR ആണ് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ PVR എന്ന സ്റ്റോക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് സെൽ ഓർഡർ, അതിനുശേഷം ഇവിടെ ഇങ്ങനെ സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം സ്വൈപ്പ് ടു സെൽ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് ഓർഡറിലാണ് ഞാൻ പ്ലേസ് ചെയ്ത്, ആ മാർക്കറ്റ് പ്രൈസിൽ ഓർഡർ എക്സിക്യൂട്ട് ആകുന്നതായിരിക്കും, സ്റ്റോക്ക് സെൽ ആകുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ എക്സിക്യൂട്ടഡ് ഓർഡേഴ്സിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും PVR, സെല്ല്, കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ CDSL Tpin കുറിച്ച്. അപ്പം ജസ്റ്റ് ബിഗിനേഴ്സ് ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒന്ന് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞ് 1-2 ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് വളരെ സിമ്പിളാണ്, ഒരു പാടുമില്ല. സിമ്പിളായിട്ട് നമുക്ക് ഇതേ രീതിയിൽ ഈ TPIN വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും.